കോട്ടയം നീറിക്കാട് പുഴയിൽ ചാടിയ അമ്മയും 2 മക്കളും മരിച്ചു. നീറിക്കാട് സ്വദേശിനി ജിസ്മോളാണ് കുട്ടികളുമായി പുഴയിൽ ചാടിയത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, നമ്മൾ എല്ലാ ദിവസവും തന്നെ പറയാം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട്, ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അമ്മ ഈ ഒരു കടുങ്കൈ ചെയ്യാനുള്ള കാരണം എന്താണ്? കൃഷിന, തീർച്ചയായിട്ടും പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഏറ്റുമാനൂരിൽ മറ്റൊരു സംഭവം നമ്മളെ എല്ലാം ഞെട്ടിച്ച് ട്രെയിന് മുന്നിൽ ചാടി ഒരു അമ്മയും കുട്ടിയും മരിച്ചത്, 2 മക്കളും മരിച്ചത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ പുഴയിൽ ചാടി ഒരമ്മയും 5 വയസ്സും 2 വയസ്സും പ്രായമുള്ള കുട്ടികളും ചാടി മരിച്ചിരിക്കുന്നത് എന്നാണ് ആ കുട്ടികളുമായി ചാടി മരിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് സംഭവം കണ്ട ഉടൻ തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. തൊട്ടു പിന്നാലെ ആളുകൾ ചാടി ഇവരെ കരക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ഇവരൊരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, മുത്തോലി പഞ്ചായത്തിന്റെ 13ാം വാർഡിലെ മെമ്പർ ആയിരുന്നു കഴിഞ്ഞ തവണ എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അഭിഭാഷക കൂടിയാണ് ഇവർ. ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു, അതിനുശേഷം പാലക്കോടതിയിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയും 2 കുട്ടികളുമാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബ പ്രശ്നമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള ഒരു പ്രാഥമിക സൂചന മാത്രമാണ് ലഭിക്കുന്നത്. അയർക്കുന്നം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൃഷ്ണ, ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ടോബി പറയുന്നത് പോലെ ഒരു അഭിഭാഷകയാണ്, മാത്രമല്ല പൊതുപ്രവർത്തകയാണ്. ഓരോ ദിവസവും പഞ്ചായത്തിൽ ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ എത്രയോ പേരുടെ കേസുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. കുടുംബത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, ഏറിയും കുറഞ്ഞും ഇരിക്കുമെന്നേ ഉള്ളൂ. അതിനൊക്കെ പരിഹാരമുണ്ട്. ചിലപ്പോൾ നമുക്ക് 5 വയസ്സും 2 വയസ്സും എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ സങ്കടം കുട്ടികളാണ്.